നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. UPSCയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ കലയും സംസ്കാരവും എന്ന് തർജ്ജമ ചെയ്യാം. എന്താണ് കല? മനുഷ്യന്റെ പരിണാമ ദിശയിൽ മോഡേൺ ഹ്യൂമൻ, അതായത് ഹോമോസാപ്പിയൻസ് ആയിട്ട് മാറുന്ന കാലഘട്ടത്തിൽ അവൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത ചില സ്കിൽസിൽ ഒന്നാണ് ഈസ്തറ്റിക് സെൻസ്, അതായത് സൗന്ദര്യബോധം എന്ന് പറയുന്നത്. പ്രകൃതിയിലുള്ള പല കാര്യങ്ങളുടെയും സൗന്ദര്യം അവൻ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങുന്നത് ഏതാണ്ട് അപ്പർ പാലിയോലിത്തിക് കാലഘട്ടം മുതലാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള സംഭവങ്ങളെ എല്ലാ കാലത്തും ഓർത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ചില മാർഗങ്ങൾ തേടുകയുണ്ടായി. അങ്ങനെ കഥകൾ ഉണ്ടാവുന്നു, പാട്ടുകൾ ഉണ്ടാവുന്നു, അതിനനുസരിച്ചുള്ള നൃത്തരൂപങ്ങൾ ഉണ്ടാവുന്നു. അവൻ അധിവസിക്കുന്ന പരിസ്ഥിതിയെ മനോഹരമാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി പ്രകൃതിയിലെ പല മനോഹരമായിട്ട് അവന് തോന്നുന്ന കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെടുന്നു, സ്കൾപ്ചേഴ്സ്, ആർക്കിടെക്ചർ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പുരാതന കാലഘട്ടം മുതൽ ആധുനിക കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ മനുഷ്യൻ തൻ്റെ കലയും സംസ്കാരവും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഈ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് എന്തൊക്കെയാണ് UPSCയിൽ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇന്ത്യയിലെ സിറ്റിസൺസിനെ സെർവ് ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെന്റ് സെർവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഏത് കേഡറിലാണെങ്കിലും ഏത് സർവീസിലാണെങ്കിലും ജോലി ചെയ്യുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയ്ക്ക് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടിലുള്ള സംസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മൊത്തവുമായിട്ടുള്ള ആ ഒരു സാംസ്കാരിക പൈതൃകത്തെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഫലപ്രദമായിട്ട് ആ ഒരു പ്രദേശങ്ങളിലെ ജനങ്ങളെ സേവനം ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇതാണ് നമ്മൾ ഈ പറയുന്ന ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുന്നതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ UPSCയുടെ സിലബസിലേക്ക് നോക്കുമ്പോൾ പ്രിലിംസിലും മെയിൻസിലും നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കേണ്ടതായിട്ട് കാണാം. നമ്മൾ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഒറ്റ ലൈനിൽ നമ്മളുടെ ഈ ഹിസ്റ്ററിയോട് ചേർത്ത് വെച്ചിട്ട് ഈ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ മുഴുവൻ കാര്യവും പറഞ്ഞങ്ങ് നിർത്തുന്നുണ്ട്. മെയിൻസിൻ്റെ സിലബസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗം, അതിൽ സാലിയൻ ആസ്പെക്ട്സ് ഓഫ് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ ഫ്രം ഏൻഷ്യൻ ടൈം ടു മോഡേൺ ടൈംസ് എന്ന് പറയുന്ന ഒരു രീതി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. സോ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഈ പറയുന്ന പ്രിലിമിനറി എക്സാമിൻ്റെ ആർട്ട് ആൻഡ് കൾച്ചറും ഉൾപ്പെടെ കവർ ചെയ്യുമ്പോൾ ഇവിടെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാം മെയിൻസ് എന്ന് പറയുന്നത് പ്രധാന പരീക്ഷയാണ്, പ്രധാന എഴുത്ത് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്ര സീരിയസ് അല്ലാത്ത ആൾക്കാരെ തട്ടിക്കളയാനുള്ള ഒരു മാർഗമാണ് പ്രിലിമിനറി. മെയിൻസിൽ നമ്മൾ എന്ത് പഠിക്കുന്നു അത് തന്നെയാണ് നമ്മൾ പ്രിലിമിനറിയിൽ പഠിക്കുന്നത്, പക്ഷേ അപ്രോച്ചിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമുക്ക് ആർട്ട് ഫോംസ്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചറാണ് പ്രധാനമായിട്ട് എംഫസൈസ് ചെയ്ത് പറയുന്നത്. ഈ ആർട്ട് ഫോംസിൽ തന്നെ പലതരത്തിലുള്ള ആർട്ട് ഫോംസ് വേറെയുണ്ട്. സോ ഇവിടെ പ്രിലിമിനറി എക്സാമിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഈ പറയുന്ന ആർക്കിടെക്ചറൽ ഹിസ്റ്ററിയും ലിറ്ററേച്ചർ ഹിസ്റ്ററിയും അതുപോലെയുള്ള ആർട്ട് ആൻഡ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ ഇതാണ് നമ്മളുടെ ആ ഒരു സിലബസിൽ പറയുന്ന കാര്യങ്ങൾ. സിലബസിൽ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് വ്യക്തമായ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ലെങ്കിലും നമുക്ക് അക്കാഡമിക് ആയിട്ടുള്ള സെൻസിൽ നമ്മുടെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അനാലിസിസും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിന് ഒരു ഏതാണ്ട് രൂപരേഖ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ട് ആർട്ട് ഫോംസ് എന്ന് പറയുമ്പോൾ ഡാൻസിൽ തന്നെ ക്ലാസിക്കൽ ഡാൻസും ഉണ്ട്, ഫോക്ക് ഡാൻസസും ഉണ്ട്. പെയിന്റിങ്ങിൽ നമുക്ക് മ്യൂറൽ പെയിന്റിങ്സ് ഉണ്ട്, കണ്ടംപററി പെയിന്റിങ്സ് ഉണ്ട്, ഫോക്ക് പെയിന്റിങ്സ് ഉണ്ട്, മിനിയേച്ചർ പെയിന്റിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആർക്കിടെക്ചർ വരുമ്പോഴത്തേക്ക് ടെമ്പിൾ ആർക്കിടെക്ചർ വരുന്നുണ്ട്, റോക്കട്ട് ആർക്കിടെക്ചർ വരുന്നുണ്ട്. അതിൽ തന്നെ മറ്റ് ആർക്കിടെക്ചർ പല സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. ഇസ്ലാമിക് ആർക്കിടെക്ചർ, കണ്ടംപററി ആർക്കിടെക്ചറിൽ തന്നെ മോഡേൺ ആർക്കിടെക്ചറിൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. അതുകൂടാതെ നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മളുടെ പപ്പട്രി അതുപോലെയുള്ള തിയേറ്റർ ഫോംസ് ആണ്. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പല ഫോക്ക് തിയേറ്റേഴ്സും അതിൻ്റെ കുറേ ഏറെ ഡെവലപ്മെൻറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലിറ്ററേച്ചറിൽ ഏൻഷ്യൻ ലിറ്ററേച്ചറിൽ തന്നെ വേദിക് ലിറ്ററേച്ചറും പാലി കാനോൺ ഉൾപ്പെടുന്ന ബുദ്ധമത, ജൈനമത ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതി ലിറ്ററേച്ചറും ഒക്കെ നമുക്ക് കാണാം. അതോടൊപ്പം പുരാതന കാലത്തെ സംഘ ലിറ്ററേച്ചറുണ്ട്, പിൽക്കാലത്തെ അറബിക് ആൻഡ് പേർഷ്യൻ ലിറ്ററേച്ചർ, ഹിന്ദി ലിറ്ററേച്ചർ, അതുപോലെ തന്നെ നമ്മുടെ 6 ക്ലാസിക്കൽ ലാംഗ്വേജുകളിലായിട്ടുള്ള പ്രധാനപ്പെട്ട ലിറ്ററേച്ചറും പിന്നെ ചരിത്രത്തിലുടനീളം നമ്മൾ പഠിക്കുന്ന വിവിധ ഗ്രന്ഥകന്മാരെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ പല വിഭാഗങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുന്നു. ഈ ഒരു പല ഡിവിഷൻസ് ആണ് നമുക്കുള്ളത്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏതാനും ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. കല്യാണ മണ്ഡപാസ് വാസ് നോട്ടബിൾ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കൺസ്ട്രക്ഷൻ ഓഫ് കിങ്ഡം ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏത് രാജ്യത്തിന്റെ ഒരു ഫീച്ചറാണ് ഈ കല്യാണ മണ്ഡപ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് നമ്മുടെ ടെമ്പിൾ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ബുദ്ധിസത്തെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. റിലീജിയനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമ്മുടെ കൾച്ചറിൽ നിന്നായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഡാൻസ് പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് മണിപ്പൂരി പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഡാൻസ്, ആർക്കിടെക്ചർ, റിലീജിയസ് ആയിട്ടുള്ള ട്രഡീഷൻസ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പല ചോദ്യങ്ങൾ വരും. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലും ഡയറക്റ്റുമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനകത്ത് സ്കൾപ്ചേഴ്സ് മുതൽ നമുക്ക് എല്ലാ ഡിവിഷൻസിലുമുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നതോടൊപ്പം തന്നെ ഹിസ്റ്ററിയിൽ നമ്മൾ ഏൻഷ്യന്റ് മെഡീവലിനോട് ചേർത്ത് വെച്ചിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയും കൂടി അവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 250 മാർക്കിന്റെയും 150 മാർക്കിന്റെയും ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. ഇതിൽ വേദിക് സൊസൈറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അതിൽ വേദിക് സൊസൈറ്റിയുടെ റിലീജിയന്റെ പ്രത്യേകതകളും അതിന്റെ ഫീച്ചേഴ്സുമാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മിഡീവിയൽ പീരീഡിലെ ഇന്ത്യൻ ടെമ്പിളിന്റെ സ്കൾപ്ചേഴ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നു. ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഒക്കെ നമുക്ക് പല കാലഘട്ടത്തിലായിട്ടൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ പറയുന്ന കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്നതിൽ കുറച്ചും കൂടെ അനലിറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിക്കേണ്ടത് മെയിൻസിനും ആവശ്യമാണ്. സോ ഇതാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്വഭാവം. സോ ഇതാണ് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ വരുന്ന സെഷൻസിൽ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ പ്രത്യേകം പഠിക്കും. അതിൽ ആർക്കിടെക്ചറും അതിൻ്റെ വിവിധ ഡിവിഷൻസ്, പപ്പട്രി അതിൻ്റെ വിവിധ ഡിവിഷൻസ്, മ്യൂസിക് ഡിവിഷൻസ്, ഡാൻസ് ഫോംസ്, തിയേറ്റർ ഫോംസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, സ്കൾപ്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. സോ നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ സെഷൻസിലേക്ക് സ്വാഗതം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.